കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ 60ാമത് സംസ്ഥാന സമ്മേളനം സൽക്കാർ അതിൻ്റെ ഭാഗമായി നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിലൊന്നായിട്ടുള്ള ഈ പൊതുസമ്മേളന ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജി ജയപാൽ, വേദിയിലുള്ള സഹപ്രവർത്തകനും കേരളത്തിൻ്റെ മുൻ മന്ത്രിയും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സംഘടനയിലെ നേതാക്കന്മാരിൽ ഒരാളുമായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അഹമ്മദ് ദേവർകോവിൽ MLA, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് അലി, ശ്രീ TP മധു, ശ്രീ മൊയ്തീൻ കുട്ടി ഹാജി, ശ്രീ C ബിജുലാൽ, ശ്രീ പ്രസാദ് ആനന്ദഭവൻ, ശ്രീ മുഹമ്മദ് ഷരീഫ്, മറ്റു വേദിയിലെ സദസ്സിലുമുള്ള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാക്കളെ, അതിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ സാധാരണ പറയുന്നത് പോലെ അവതാരിക ഉദ്ഘാടനത്തിന് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചെത്തിച്ചേർന്ന മന്ത്രിക്ക് സ്വാഗതം ആശംസിച്ചു. ഇവിടെ ഇത്തിരി ന്യായവുമുണ്ട്. സത്യത്തിൽ ഈ ഒരു പരിപാടി വളരെ അവിചാരിതമായി കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷണവുമായി വരുമ്പോൾ ബഡ്ജറ്റ് സെഷൻ കഴിഞ്ഞെത്തിച്ചേരുന്ന ആദ്യത്തെ ശനി ഞായറും എന്ന വിധത്തിൽ എന്ന നിലയിൽ ജില്ലയിലെ തിരക്ക് പിടിച്ച ധാരാളമായ പരിപാടികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ദിവസമാണ്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ അനിയേട്ടൻ, നിങ്ങൾ ശ്രീകുമാർ എന്ന് വിളിക്കുന്ന അനിയേട്ടൻ ഉൾപ്പെടെ നിങ്ങളുടെ ഭാരവാഹികൾ വന്ന് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നില്ല, പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അവരങ്ങ് നിശ്ചയിക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിൽ പങ്കാളിയായി പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ കേരളത്തിൽ ആരും പങ്കെടുത്തില്ലെങ്കിലും നിർബന്ധമായി പങ്കെടുക്കാൻ ചുമതലപ്പെട്ട ഒരാളാണ് ഞാനെന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം, ജീവിതത്തിൻ്റെ ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ മുമ്പോട്ടുള്ള പ്രയാണമെല്ലാം ഇരുട്ട് വീണ വഴികളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇടത്തും വലത്തും അംഗഭംഗങ്ങളിലൂടെ ഉണ്ടായ നിരവധികളായിട്ടുള്ള മനുഷ്യ ശരീരങ്ങളുടെ നിശ്ചലാവസ്ഥയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചൂരൽമല എന്ന് നമ്മൾ വിളിക്കുന്ന പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടിയിലെ മഹാദുരന്തത്തിൻ്റെ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ ചൂരൽമലയിലെ ഒരു കൊച്ചു കേന്ദ്രത്തിൽ കൺട്രോൾ റൂമിനകത്തിരിക്കുമ്പോൾ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് വന്ന് അവിടെ വളണ്ടിയർമാരായി, അവിടെ ദുരന്തബാധിതരായി, അവരെ സഹായിക്കുന്നവരായി എത്തിച്ചേരുന്നവർ എത്രയായിരങ്ങളുമായി കൊള്ളട്ടെ, അവർക്ക് പൂർണ്ണമായി ഈ പ്രവർത്തനത്തിൽ നിന്നും മാറും വരെ രുചികരവും സുരക്ഷിതവുമായ ഭക്ഷണം ഞങ്ങൾ കൊടുക്കും എന്ന് ഞങ്ങളോട് പ്രഖ്യാപിച്ചവരാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അത്രമാത്രം ഗൗരവം തോന്നില്ലെങ്കിലും ജൂലൈ 30-ാം തീയതി പുലർച്ചെ 1 മണിക്കും 3 മണിക്കും പൊട്ടിയ 2 ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി എത്തിച്ചേരുമ്പോൾ അപ്പുറത്ത് അസ്തപ്രജ്ഞരായി ഇപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു വലിയ ജനതയെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ ഓരോ മിനിറ്റിലും 1000 കൈകളും ഓരോ ദിവസത്തിനും 100 മണിക്കൂറുകളും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും വിധം മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ തുറന്ന മനസ്സോടെ മറ്റൊന്നും ആലോചിക്കാതെ, ഏതെങ്കിലും ഒന്ന് വേണം എന്ന് ചോദിക്കാതെ, ഞങ്ങൾക്ക് ഇത്ര ചെയ്യാം, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും എന്ന ഒരു വിലപേശലിന് മുതിരാതെ, ആദ്യത്തെ 5 ദിവസം ഞങ്ങൾ ചെയ്യും എന്ന ദിവസം പറയാതെ, എത്ര ദിവസമാണ് ചൂരൽമലയിലെ പുനർനിർമ്മാണ പിന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, അത്രയും ദിവസത്തെ രാവും പകലും നിങ്ങൾക്ക് കൂട്ടായി ഞങ്ങൾ ഉണ്ടാകും എന്ന് ഈ സംഘടന പ്രഖ്യാപിച്ചതിൻ്റെ കരുത്ത് ഒരുപക്ഷെ കേരളത്തിലെ സർക്കാരിന് വേണ്ടി അവിടെ രൂപീകരിക്കപ്പെട്ട ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ കൺവീൻ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിൽ ഹൃദയത്തിൽ തൊട്ട ഒരു സല്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.
പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, അത്തരമൊരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ONV കുറുപ്പ് എഴുതിയതുപോലെ ഇതെൻ്റെ ഹൃദയമാണ്, ഇത് എടുത്തുകൊള്ളുക എന്ന് പറയും പോലെ കയ്യിലുള്ളതെല്ലാം സ്വയം സമർപ്പിതരായി നമ്മുടെ മുമ്പിൽ തരാൻ തയ്യാറായി ഈ പ്രസ്ഥാനം. ഇടക്കാലത്ത് നല്ല ധൈര്യത്തോടെയാണ് ഞാനവിടെ പല പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയും പോലെ ദുരന്തത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലും ചിലർക്ക് അങ്ങനെ ചിലത് തോന്നും. അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അതെപ്പോഴും അങ്ങനെയുണ്ട്. അങ്ങനെ ചിലർ സർക്കാർ വിതരണം ചെയ്ത ബ്രെഡിൽ പൂപ്പലുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറഞ്ഞു, ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വിതരണം ഇതുവരെ ബ്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് പൂക്കാനും പോകുന്നില്ല എന്ന് ധൈര്യമായിട്ട് പറയാൻ എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ 3 നേരവും ഭക്ഷണം കഴിച്ചിരുന്നത് ഇവരുണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം ആ കൺട്രോൾ റൂമിൽ വെച്ചു തന്നെയാണ് എന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഈ സംഭവം ഉണ്ടായി. ഇവരെല്ലാം ഉണ്ട്, നമ്മുടെ നേതാക്കളായി ഇവിടെ ഇരിക്കുന്ന ബിജുലാൽ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവിടെ ഞങ്ങൾ ചെന്ന് നിന്ന് അതിൻ്റെ അടുക്കളയിൽ വെച്ച് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പത്രക്കാരോട് പറഞ്ഞു, ആർക്കും കഴിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും നല്ല ക്വാളിറ്റി വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്ന കോഴിക്കോട്ടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളൊക്കെ അന്ന് നടത്തിയ ആത്മസമർപ്പണം അത്രമേൽ കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഓർത്തുവെക്കും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. 40,000-ത്തിലടുത്ത് അംഗങ്ങളുള്ള റെസ്റ്റോറൻറ്റുകാർ, ഹോട്ടൽ ഉടമകൾ, കഫേ, ബേക്കറി ഉടമകളടക്കം 40,000 അംഗങ്ങളോടെ കരുത്തോടെ ഈ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള മുഴുവൻ മനുഷ്യർക്കും മലയാളത്തിൻ്റെ രുചി നാവിൽ ഹരിശ്രീ എഴുതുന്നത് പോലെ കുറിക്കുന്ന അനുഭവമുള്ള ഒരു പ്രസ്ഥാനത്തിനെയാണ് ഈ ലുലുവിൽ പുലിക്കളിയുടെയും പൂരത്തിൻ്റെയും നാട്ടിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എന്നതിൽ വളരെ അഭിമാനവും ആവേശവും യഥാർത്ഥത്തിലുണ്ട്. ഈ മേഖലയിലെ മുഴുവൻ പേരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി അവരുടെ ക്ഷേമവും സുരക്ഷയും ഒരുക്കുന്നു എന്നതാണ് നമ്മുടെ അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംഘടന ഒരു പ്രത്യേക സുരക്ഷാ പദ്ധതി തന്നെ ഒരുക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ 60ാമത് സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനും സംഘടനാ കെട്ടുറപ്പ് എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. സംഘടനയേക്കാൾ പൊതുസമൂഹത്തിനാണ് ഇതിൻ്റെ ഗുണം ലഭ്യമാവുക. അസോസിയേഷൻ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും തനതായി ഒരു പ്രത്യേക ഏകോപന സമിതി തന്നെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും മാതൃകാപരമായ കാര്യങ്ങളിലൊന്നായി ഞാൻ കാണുന്നത്. സംഘടനാ ചുമതലക്കാരും അംഗങ്ങളും മാത്രമല്ലാതെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെയും പ്രതിനിധികളടക്കം ഈ മേഖലയിലെ സംവിധാനങ്ങളിലെ വിദഗ്ധരുള്ള ഒരു കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി ഞാൻ കാണുകയാണ്. കേരളം ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരികൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന 50 കേന്ദ്രങ്ങളിലൊന്നായി മലയാളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലെത്തുന്ന വിദേശീയരും സ്വദേശീയരുമായ ലക്ഷക്കണക്കായ വിരുന്നുകാർക്ക് സുരക്ഷിതവും തനത് ശൈലിയും രുചിയുമുള്ള ഭക്ഷണങ്ങൾ നൽകുക എന്ന വലിയ ചുമതല ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ളവർ സാമാന്യം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. വലിയ പരാതികളോ അപായങ്ങളോ ഇല്ലെന്ന് ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫലവും. ടൂറിസം രംഗത്ത് കേരളം നൂതനമായ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർബന്ധിത ബുദ്ധി, സാങ്കേതിക വിദ്യകളിലേക്ക് കടന്നു വരുന്നതോടെ ആളുകളുടെ തൊഴിൽ സമയങ്ങളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത് വരുന്ന പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും ആ യാഥാർത്ഥ്യമാണ്. ഈ ഘട്ടത്തിൽ അവരവർ ചെയ്യുന്ന തൊഴിലുകൾ ചെറുതാവുകയും സമയം കുറയുകയും ഒരു കേന്ദ്രത്തിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ നിർബന്ധിതമല്ലാതിരിക്കുകയും വർക്ക് അറ്റ് ഹോം പോലെ അകലങ്ങളിൽ ഇരുന്നു കൂടി ജോലി ചെയ്യാനുള്ള ആധികാരികമായിട്ടുള്ള അവസരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ
യാത്രകൾക്ക് മനുഷ്യൻ കൂടുതലായി സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നാണ് ആ പഠനങ്ങൾ നമ്മളോട് പറയുന്നത്. യാത്രക്കിടയിൽ ജോലികൾ നിർവഹിക്കാനാകും എന്നതാണ് ആധുനിക ലോകത്തെ AI-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി മാത്രമല്ല, ഹോട്ടലുകളുടെയും ഹോട്ടൽ മുറികളുടെയും ലഭ്യത ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഈ കാര്യത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇടത്തരം വൻകിട ടൂറിസ്റ്റുകൾക്കാവശ്യമായ ഹോട്ടലുകളുടെ അപര്യാപ്തത നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇത് പരിഗണിച്ച് ഹോട്ടൽ ക്ലസ്റ്ററുകൾ കൂടുതൽ സജ്ജമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. മെസ് ടൂറിസത്തിൻ്റെ ഭാഗമായി വൻകിട കൺവെൻഷൻ സെൻ്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻ്ററുകളും വികസിപ്പിക്കാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് തയ്യാറെടുക്കുകയാണ്. ഹോട്ടലുകൾക്ക് നിർമ്മിക്കുന്നതിന് 50 കോടി വരെ വായ്പ നൽകാനുള്ള ഒരു പ്രത്യേക പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും എന്ന് നാം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്കുള്ള പലിശ ഇളവിനു വേണ്ടി കഴിഞ്ഞ ദിവസം ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 20 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മെസ് ടൂറിസം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഇനമായി മാറ്റണം എന്ന് സർക്കാർ ആലോചിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ, അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കെ ഹോംസ് പദ്ധതികളിലൂടെ ടൂറിസത്തിൻ്റെ അടിസ്ഥാന നിലവാരവും അതിൻ്റെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും നിർണായകമായ ഇടപെടലുകൾ നടത്താനാകും. പഴയ പോലെയല്ല. കേരളത്തിൽ രാത്രി സഞ്ചാരങ്ങൾ ഏറിയതോടെ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിനും പ്രാധാന്യമേറി. പലരും ഇത്തരം അസോസിയേഷനുകളുടെ ഭാഗമല്ലാതെ വ്യാപാരം നടത്തുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഒരു വിഭാഗം ഗൗരവം കാണിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരം ചെറുകിട കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാനും ഒരുപക്ഷെ നമുക്കാവില്ല. അവർക്കിടയിലും നിങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് ടേസ്റ്റ് പോലുള്ള നിരീക്ഷണ ബോധവൽക്കരണം എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭിന്നസ്വരങ്ങളില്ലാതെ പ്രതിഷേധങ്ങളും പരാതികളും ഇല്ലാത്ത വിധം കേരളത്തിൻ്റെ വിരുന്ന് ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ വലിയ കൂട്ടായ്മയായി മാറ്റാനും നമുക്ക് കഴിയണം. ഇന്ന് കേരളത്തിൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന പദ്ധതികളിലൊന്നാണ് ലോക കേരളം സെൻറ്റർ. അത് ഒരിടത്ത് ആരംഭിക്കാൻ പോകുന്ന ഒരു മോഡലല്ല. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കേരളത്തിലെത്തി കേരളത്തിൻ്റെ രുചി വൈവിധ്യങ്ങളെ കണ്ടെത്താനും ആ രുചി വൈവിധ്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറി കൊടുക്കാനും കഴിയുന്ന വിധം നാം നമ്മുടെ രുചിക്കൂട്ടുകളിലേക്ക് മനുഷ്യരെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പുഴകളും കടലുകളും മനോഹരമായിട്ടുള്ള കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ ഭക്ഷണത്തിൻ്റെ സ്വാദ് നുകരാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നവരുടെയും എണ്ണം ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വിദേശികൾ മാത്രമല്ല, പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ വരിക മറ്റ് ഒരു നിവൃത്തിയുമില്ലാതെ ഏതെങ്കിലും വിധത്തിൽ നഗരത്തിൽ യാത്രക്കാരായി എത്തുന്നവർ, താമസക്കാരായി എത്തുന്നവർ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായി എത്തിച്ചേരുന്നവർ. ഇന്ന് അങ്ങനെയല്ലല്ലോ. എല്ലാവരുടെയും അജണ്ടയിൽ ഒരു ദിവസം പുറത്തുനിന്ന് പോയി ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു സംസ്കാരമായി തന്നെ മാറുകയാണ്. ഒരു ദിവസം പുറത്തുനിന്ന് പോയി ഒരു ഭക്ഷണം എല്ലാവരും കൂടി കഴിക്കുക എന്നത് ഒരു സംസ്കാരം തന്നെയായി മാറുമ്പോൾ കുടുംബം ഒന്നിച്ച് നിങ്ങളുടെ എല്ലാം അരികിലെത്തി ആഹാരം കഴിക്കുന്നവരോട് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ ശ്രദ്ധയോടെ പദങ്ങൾ പ്രയോഗിച്ച് ഒരു മന്ത്രി വന്നു കിട്ടിയ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ 2 ആവശ്യങ്ങളാണെങ്കിലും 2ൽ പരമാവധി കാര്യങ്ങൾ രേഖപ്പെടുത്തി എന്നാണ് എൻ്റെ പക്ഷം. നല്ലതുപോലെ അഭിപ്രായം രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളേതാണ്ട് ഒരുപോലെയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരു വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയും പോലെ സർക്കാരും ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയെ നമുക്ക് ഒരുമിച്ച് മറികടന്നേ മതിയാകും. ഇന്നും അതിൻ്റെ ദുരന്തം കേരളം കണ്ടു. വയനാട്ടിലെ ചൂരൽമലയിൽ 2202 കോടി രൂപയുടെ പുനർനിർമ്മാണത്തിൻ്റെ പ്രശ്നങ്ങളുമായി സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ഗ്രാൻറ്റിന് കൈനീട്ടി ചെന്നപ്പോൾ
റോഡ് പണിയാൻ വരുന്നവരോട് റോഡ് പണിയാൻ കാശില്ല, കേരള ബാങ്കിൽ നിന്ന് കടം തരാം എന്ന് പറയുന്നത് പോലെ തരാൻ ഗ്രാൻഡില്ല, പക്ഷേ കടം വേണമെങ്കിൽ തരാം എന്ന നിലയിലേക്ക് നമ്മുടെ നാട് പോകുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിന് ലഭ്യമാകേണ്ട ഒരുപാട് തുക പല വിധത്തിൽ കെട്ടാൻ കഴിയാത്ത വിധം ഒരു ഫെഡറലിസ്റ്റ് രാജ്യത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ നേരെ കാണിക്കുക എന്ന നയമേ സർക്കാരിനില്ല. അവർ ഇതിൻ്റെ ഭാഗമായി കൂട്ടി നിർത്തേണ്ടവരാണ് എന്നുള്ള സംവിധാനം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിൽ നിങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നം, വിവിധങ്ങളായിട്ടുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു കാര്യത്തിൽ നമുക്ക് കൂട്ടായി ചിന്തിക്കാം, അത് മാലിന്യത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ് ഇന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിനൊരു മാതൃകയാണ്, പറയാതെ പോകാൻ പറ്റില്ല. വസൂരിപ്പരകളുണ്ടായിരുന്ന നാടാണ് കേരളം. മരണത്തിന് ദിവസം നിശ്ചയിക്കാത്ത വിധം നിരവധികളായിട്ടുള്ള രോഗങ്ങളുടെ പിടിയിൽ അമരപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്നതിൽ ഒരു തർക്കവും നമ്മുടെ കേരളത്തിലില്ല. പക്ഷേ ആ രോഗങ്ങളുടെ പെരുമഴക്കാലത്ത് നാം നേരിട്ടത് ആരോഗ്യമേഖലയിലെ ചിട്ടയായ ഇടപെടലും ഭക്ഷണ രീതികളിലെ ജൈവാംശങ്ങളും അതിൽ ചേർത്തു പിടിക്കുന്ന ഗുണകരമായിട്ടുള്ള ഭക്ഷ്യരീതിയും ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ആരോഗ്യത്തിന് കേരളം ഒരു മാതൃകയാണ്. പലപ്പോഴും നമ്മൾ പറയും, പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ വരുമ്പോൾ നമ്മളോട് പറയും, എന്തൊരു നാടാണിത്, ഇവിടെ താമസിക്കുന്നതിനേക്കാൾ എത്ര രസകരമാണ് അമേരിക്കയിൽ പോകുന്നത്, സൗദിയിൽ പോകുന്നത്, ഗൾഫിൽ പോകുന്നത്, മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോകുന്നത്. ഇന്ന് അതൊക്കെ പതുക്കെ പതുക്കെ മാറി തുടങ്ങി. കോവിഡ് വന്നപ്പോൾ കണ്ടല്ലോ, ഏതാണ്ട് കാറ്റ് പെയ്യുമ്പോൾ, കാറ്റ് വീശുമ്പോൾ മാവിൽ നിന്ന് കണ്ണിമാങ്ങ വീഴുമ്പോലെ കേരളത്തിലേക്ക് ഇങ്ങനെ വിദേശത്തേക്ക് പോയവർ തിരിച്ചു വരുന്ന ഒരു വലിയ ജൈത്രയാത്ര നമ്മൾ കണ്ടു. കേരളത്തിലോട്ടുള്ള തിരിച്ചുപോക്ക് എന്തുകൊണ്ടാണ്? കേരളം സുരക്ഷിതമാണ്. ഞാൻ അമേരിക്കയിൽ നിന്ന് കോട്ടയത്തുള്ള മാലാഖ പെൺകുട്ടി നടത്തിയ ഒരു ഇൻസ്റ്റാഗ്രാമിലെ പ്രഖ്യാപനം നമ്മൾ പത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. കോട്ടയത്തുകാരി മലയാളി അമേരിക്കയിലെ നഴ്സായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നൊരു പെൺകുട്ടി, അവര് ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളോട് പറഞ്ഞു, കഷ്ടത്തോടെ, ദുഃഖത്തോടെ, കണ്ണീരോടെ അവർ പറഞ്ഞു, ഞാനിപ്പോൾ നിൽക്കുന്നത് അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ നാട്ടിൻ്റെ ആശുപത്രിയിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കോവിഡ് രോഗിയുടെ മുഖത്തു നിന്നും മാസ്ക് ഊരി മാറ്റണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ്. അമേരിക്ക സമ്പത്ത് കൊണ്ട് ലോകത്തെ ഒന്നാമത്തെ രാജ്യമാണ്. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവറിന് അധികാരമുള്ളത് കൊണ്ട് രാഷ്ട്രീയമായും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. പക്ഷെ അമേരിക്കയിൽ 70 വയസ്സ് കഴിഞ്ഞാൽ ഓക്സിജന്റെ മാസ്ക് കൊടുക്കാൻ പറ്റാത്ത വിധം ജനകീയ ആരോഗ്യ നയമില്ലാത്ത നാടായിരുന്നു കോവിഡ് കാലത്ത് അമേരിക്ക. അങ്ങനെയായിരുന്നു ഈ കേരളം? നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ക്വാറന്റൈൻ പ്രഖ്യാപിക്കുന്നതിൽ, പ്രദേശങ്ങളിൽ നിരോധനം പ്രഖ്യാപിക്കുന്നതിലൊക്കെ ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും, ശരിയാണ്. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞവൻ്റെ മുഖത്ത് മാസ്ക് കൊടുക്കാനില്ലാതെ അമേരിക്ക എന്ന സമ്പന്നതയുടെ രാജ്യം ബുദ്ധിമുട്ടുമ്പോൾ, എൻ്റെ മണ്ഡലത്തിലെ സുവോളജിക്കൽ പാർക്കിൻ്റെ മുമ്പിലുള്ള 109 വയസ്സായിട്ടുള്ള കൗസല്യമായി 3 കോവിഡിനെയും നേരിട്ട് തെങ്ങിടിച്ചാൽ പന വീഴുന്ന കരുത്തോടെ ഇപ്പോഴും 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 2.5 വയസ്സുകാരി കുട്ടിയെ കുളിപ്പിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ ഉയർത്തിപ്പിടിച്ച അസാമാന്യമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം മോശം എവിടെയാണ്? മാലിന്യത്തിൻ്റെ കാര്യത്തിലാണ്. മാലിന്യത്തിൽ നാം വളരെയേറെ അപമാനിതമാകുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു. അതിനെതിരായ ഒരു യുദ്ധം നമുക്ക് ആരംഭിക്കണം. ഏറ്റവും കൂടുതൽ ദേശീയപാതയുള്ള മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഏതാണ്ട് മരത്താക്കര, കുഞ്ഞനംപാറ തുടങ്ങിയാൽ വാണിയംപാറ വരെ ഇരുവശങ്ങളിലും പാടങ്ങളാൽ നിറഞ്ഞ ദേശീയപാത. ദേശീയപാതയിൽ ചെല്ലുമ്പോൾ ഈ ചരത്തിനൊക്കെ അറിയാം, ഉണ്ണികൃഷ്ണേട്ടനൊക്കെ അറിയാം, ഈ ദേശീയപാതയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. വളരെ സുമുഖനായി, സുന്ദരനായി, ഉടുത്തൊരുങ്ങി ബൈക്കിൽ കയറിയോ കാറിൽ കയറിയോ വരുന്നവൻ ഏതാണ്ട് ഈ പാടമങ്ങെത്തിയാൽ കാറിൻ്റെ ചില്ലൊന്നു മാറ്റി, പിന്നെ ഭഗവാൻ സുദർശന ചക്രം കൈകാര്യം ചെയ്യുന്നത് പോലെ 50 പൈസയുടെ പ്ലാസ്റ്റിക് കവറിൽ തലേന്നത്തെ മാലിന്യം മുഴുവൻ എടുത്ത് ചൂണ്ടുവിരലിലിട്ട് തിരിച്ചൊറ്റയേറാണ്. ചെന്ന് വീഴുന്നത് ഒരു പാടത്തിൻ്റെ നടുവിലേക്കാണ്. ഉമ അരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാടത്തിൻ്റെ നടുവിലേക്ക് വീഴുന്ന ഈ മാലിന്യം
വെള്ളത്തിലോട്ട് കലർന്ന് ഇവൻ്റെ കുട്ടിക്ക് തന്നെ കുടിക്കാൻ കിട്ടുകയും 40 വയസ്സ് തികയുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട പലഹാരം ഒന്നും കഴിക്കാൻ പറ്റാതെ ആശുപത്രിയിൽ വെള്ളം കിട്ടാതെ മരിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്കാണ് ഈ മാലിന്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഏറെ ശരിയാണെന്ന് എനിക്ക് ഇവിടെ തോന്നുകയുണ്ടായി. അത് ഉറവിടം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴും നാം അണുകുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ഭൂമിയിൽ മനുഷ്യന് നിൽക്കാനും കച്ചവടം ചെയ്യാനുമുള്ള ഇടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആസൂത്രിതവും എന്നാൽ എല്ലാവരെയും പങ്കാളികളാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ പൊതുകേന്ദ്രങ്ങൾ ഉയർന്നു വരണം എന്ന അധ്യക്ഷൻ്റെ ആവശ്യം ഒരു ഗൗരവപ്പെട്ട പ്രശ്നമായി തന്നെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ നമ്മൾ ആലോചിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ അതിനൊരു ഇടം വേണം. നമുക്ക് പൊതുസ്ഥലങ്ങളിൽ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിന് കിട്ടാനാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. 140 MLA-മാരും മത്സരിച്ച് പ്രസംഗിക്കും കേരളത്തിൻ്റെ നിയമസഭയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഏറ്റവും കടുത്ത നിലപാടെടുക്കും. പക്ഷേ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്ന യൂണിറ്റ് അവരവരുടെ മണ്ഡലത്തിലാണെങ്കിൽ 130 പേരും ശരിയെന്ന് പറയും. പക്ഷേ മണ്ഡലം ഏതാണോ അവൻ അതിനെതിരായിട്ടുള്ള സമരം അന്നാരംഭിക്കും. അതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം. അപ്പം നമുക്ക് ചില പൊതു ഇടങ്ങൾ കണ്ടെത്തണം. തർക്കമില്ലാത്ത ഈ ഉറവിട സംസ്കരണം ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ചില വിദ്യകൾ നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും കേരളത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാഗമായി കച്ചവടം നടത്തുന്നവരുടെ മാത്രം തലയിൽ അതുകൊണ്ട് ചേരാത്ത വിധം സർക്കാർ നല്ലതുപോലെ ആലോചിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പും സ്ഥാപനങ്ങളും അതിൻ്റെ മന്ത്രിയും ഒക്കെയായി കൂടി ആലോചിച്ച് ഇക്കാര്യത്തിൽ നിങ്ങളുടെ കൂടി ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് പോസിറ്റീവായി ഒരു കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ആ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു, അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ജാഗ്രത പോലെ നിതാന്ത ജാഗ്രതയോടെ നാം ഇറങ്ങി പുറപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു മാലിന്യമാണെന്ന തിരിച്ചറിവ് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. പക്ഷേ അതിൻ്റെ സംസ്കരണത്തിൻ്റെ പൊതുകേന്ദ്രത്തെക്കുറിച്ച് കൂടി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയെക്കുറിച്ചും നമുക്ക് ആലോചിക്കാം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയും ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം. മറ്റൊരു ഗൗരവപ്പെട്ട പ്രശ്നം ഭക്ഷ്യ ഭദ്രതാ നിയമവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉയർന്നു വന്ന പ്രശ്നമാണ്. ഗൗരവമായി നമുക്ക് ആ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം ആലോചനയ്ക്ക് വിധേയമാക്കാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിധത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇവിടെ ചർച്ച ചെയ്യുന്ന നിരവധികളായ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ സമ്മേളനത്തിന് ശേഷം പ്രമേയങ്ങളായി സർക്കാരിൻ്റെ മുമ്പിൽ സർക്കാർ ചെയ്യേണ്ട ചുമതലകൾ ഏതൊക്കെ എന്നറിയാൻ വേണ്ടി സമർപ്പിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ചാൽ ആ പ്രശ്നങ്ങളിൽ നമുക്ക് കൂട്ടായി പരിഹാരമുണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള ഇടപെടലുകൾ നമുക്കുണ്ടാക്കാം. മലയാളം പല വിധത്തിലും ഒറ്റപ്പെടുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ. അപമാനകരമായ ചില ഘട്ടങ്ങൾ, അപൂർവമായ ചിലതുകൊണ്ട് മാത്രം നാം നന്മകളില്ലാത്ത നാടായി മാറിക്കൂടാ. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പല വിധത്തിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായി പരിണമിച്ച നാടാണ് ഈ കേരളം. ഭ്രാന്താലയമായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേരളം. ഇരുണ്ട കാലത്തിൻ്റെ, ഇരുണ്ട നിയമങ്ങളുടെ, പിറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ അവകാശമില്ലാത്തതിൻ്റെ, അമ്പലങ്ങളിൽ തൊഴാനും പൊതുകുളങ്ങൾ ഉപയോഗിക്കാനും പൊതുവിടങ്ങളിൽ നടക്കാനും പള്ളിക്കൂടത്തിലിരുന്നു പഠിക്കാനും പോലും അവകാശമില്ലാത്ത ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനം ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരള മോഡലിനെ ബന്ധപ്പെടുത്തിയ ഒരു സംസ്കാരമാണ്. കച്ചവടം നമുക്ക് ഏറ്റവും മാന്യമായ വിധത്തിൽ നടപ്പിലാക്കേണ്ട ഒന്നാണ്. പക്ഷേ ആ കച്ചവടം സമൂഹത്തിൻ്റെ അന്തസ്സത്തയും അതിൻ്റെ മാന്യതയും കൂട്ടി ഉയർത്തിപ്പിടിച്ചുണ്ടാകണം എന്ന് പ്രത്യേകമായ സമിതികളെ വെച്ചുകൊണ്ട് അഭിപ്രായം നടത്തുകയും അതിനെതിരായി ഏതെങ്കിലും വിധത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരായി വലിയ സമരം നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു സംസാരത്തിലേക്ക് കടക്കാതെ തന്നെ ഈ സമ്മേളനത്തിന് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും അറിയിച്ച്, തീർച്ചയായും കേരളത്തിൻ്റെ രുചി വിഭവങ്ങൾ ലോകത്തിൻ്റെ അത്ഭുതമാണ്. കേരളത്തിൻ്റെ രുചി വിഭവങ്ങൾ ലോകത്തിൻ്റെ അത്ഭുതമാണ്. ഇത്ര നല്ല കൂട്ടുകളുള്ള ഒരു നാടുണ്ടോ? മലബാറിലേക്ക് കിടന്നാൽ, മധ്യ കേരളത്തിലേക്ക് കിടന്നാൽ, തെക്കൻ കേരളത്തിലേക്ക് കിടന്നാൽ
നമ്മുടെ മലയോര മേഖലയിലേക്ക് കിടന്നാൽ, ആദിവാസി ഊരുകളിലേക്ക് കിടന്നാൽ എത്രയേറെ വൈവിധ്യങ്ങളുടെ രുചിക്കൂട്ടുകളാണ് നമുക്ക് മുമ്പിൽ ഒരുങ്ങി വരാൻ വേണ്ടി പറ്റുന്നത്. ആ രുചിക്കൂട്ടുകൾ ഏറ്റവും ഭംഗിയായും വൃത്തിയായും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പൊതുകടമ നിങ്ങൾ നിർവഹിക്കും എന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്നേഹത്തിനും കരുണയ്ക്കും നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും ഒരിക്കൽ കൂടി കേരള സർക്കാരിന് വേണ്ടി ഹൃദയപൂർവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വയനാട്ടിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അന്നത്തെ ശ്ലാഘിക്കപ്പെട്ടതുപോലെ തന്നെ വയനാടിനെ തിരിച്ച് നടത്തും വരെ, വയനാടിൻ്റെ ചൂരൽമലയെ തിരിച്ചതിൻ്റെ സമ്പന്നതയിലേക്ക്, സംസ്കാരത്തിലേക്ക്, നല്ല സൂര്യവെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും വരെ അവരോടൊപ്പം നിൽക്കാൻ ഉള്ള മാനസികാവസ്ഥ തീർച്ചയായും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വയനാട് വലിയ ദുരന്തമാകുമ്പോഴും ആ ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിൽ മലയാളം ഒരു മാതൃക നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ മാതൃക സമാനതകളില്ലാത്ത ഒന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ മലയാളം. ജൂലൈ 30 അർദ്ധരാത്രിയും കഴിഞ്ഞ് ഏതാണ്ട് ആഗസ്റ്റ് 1 പിറന്ന നേരത്ത് ഞാൻ മേപ്പാടിയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ്. തകർന്നുപോയ മനുഷ്യൻ്റെ അലറിക്കരച്ചിലുകളുടെ നടുവിൽ തലേന്നുപോലും വരെ ഒരുമിച്ച് കിടന്നുറങ്ങിയവരെ കാണാതായി നീണ്ട നിരയായി കടത്തിയിരുന്ന മൃതശരീരങ്ങളുടെ നടുവിൽ ഓടിയെത്തി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു സന്ദേശം ചെല്ലുന്ന എല്ലാ യോഗങ്ങളിലും ഞാൻ പറയാറുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിലും ഞാനത് പറയുകയുണ്ടായി. രാത്രി 12:30 മണി കഴിഞ്ഞ നേരത്തെ ഏതാണ്ട് 1-ാം തീയതി പുലർച്ചെ, ജൂലൈ 30 അവസാനിപ്പിച്ചിട്ടില്ല, രാത്രി തുടരുന്നത് കൊണ്ട് ആ നേരത്ത് വാട്സപ്പിൽ എനിക്കൊരു സന്ദേശം കിട്ടി. വാട്സപ്പിലൊരു സന്ദേശം കിട്ടിയാൽ അതത് നേരത്ത് നോക്കാൻ സമയമുള്ള ആളുകളിൽ ഒരാളല്ല ഞാൻ. സാധാരണ അങ്ങനെ നോക്കാറുമില്ല, ഒഴിവുള്ള ഏതെങ്കിലും ഒരു നേരത്താണ്. പക്ഷേ അവിടെ റേഞ്ച് കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരും സന്ദേശങ്ങളിലൂടെയാണ് പരസ്പരം ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ വാട്സപ്പ് സന്ദേശം അതിവേഗം അത്യാഗ്രഹത്തോടെ ഞാൻ വായിച്ചു. ആ വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്. അർദ്ധരാത്രിയും കഴിഞ്ഞ നേരത്ത് 60ാമത് സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഈ ത്രിസന്ധ്യ വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി എന്ന് പലതവണ ഞാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും വിശിഷ്യമായ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു പെൺകുട്ടി, അവളാണ് ആ സന്ദേശം എനിക്ക് അയച്ചത്. ആ സന്ദേശത്തിൽ 3 വരികളേ ഉള്ളൂ. പക്ഷേ പട്ടടയിലേക്ക് എടുക്കുന്ന കാലം വരെ എൻ്റെ മനസ്സിൻ്റെ ചുവരുകളിൽ എഴുതി പിടിപ്പിക്കാവുന്ന 3 വരികൾ, ഒരു കൊച്ചു പെൺകുട്ടിയെ അയച്ചു തന്ന 3 വരികൾ. ആ വരികൾ ഇങ്ങനെയാണ്: സാർ, ചൂരൽമലയിലെ വാർത്തകൾ കണ്ട് കരളു പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ കൊച്ചു പെൺകുട്ടി അയച്ച സന്ദേശം. പ്രിയപ്പെട്ടവരെ, അതാണ് മലയാളം. അതാണ് മലയാളത്തിൻ്റെ നന്മ. കാലദേശങ്ങൾക്കപ്പുറത്ത് പേരറിയാത്തൊരു നാട്ടിൽ പൊക്കിൾക്കൊടി ബന്ധമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു മുല കുടിക്കാനാകാതെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിൻ്റെ മാതൃത്വം എന്നതാണ് ഏതു പ്രതിസന്ധിയെയും അഭിസംബോധന ചെയ്യാൻ കേരളത്തിന് കരുത്തു പകരുന്നത്. ആ മാതൃത്വത്തിൻ്റെ നിറവിലും കരുത്തിലും തണലിലും ഈ നാട്ടിൽ നമുക്കൊരു പുതിയ ചൂരൽമലയെ, പുതിയൊരു മേപ്പാടിയെ സൃഷ്ടിക്കാൻ ഒരു മനസ്സായി എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഇച്ഛാശക്തിയോടെ നിലയുറപ്പിക്കാൻ കഴിയുമെന്നും ആ പ്രവർത്തനത്തിൽ വലിയ സംഭാവനകൾ ചെയ്ത ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ അതിനുശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കാര്യം കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു: എത്രയേറെ വലിയ പ്രതിസന്ധികളുണ്ടായാലും, എത്രയേറെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും, ആരെല്ലാം സഹായിക്കില്ലെന്ന് പറഞ്ഞൊറ്റപ്പെടുത്തിയാലും, വയനാട്ടിലെ ചൂരൽമലയിൽ ദുരന്തത്തിനിരയായ അവസാനത്തെ കുടുംബത്തെയും പുനർനിർമ്മിക്കാതെ ചുരമിറങ്ങില്ല ലോക മലയാളം എന്ന അഭിമാനത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.